ഹലോ. എന്താണ് നല്ല കുട്ടിയും ചീത്തക്കുട്ടിയും? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഇല്ലേ? നീ ഒരു നല്ല കുട്ടിയാ, ചീത്തക്കുട്ടി ആവില്ലേ? ഇങ്ങനെയുള്ള മുതിർന്നവരുടെ പറച്ചിലുകൾ. നിങ്ങളുടെ നോട്ടത്തിൽ നല്ല കുട്ടി ആരാണ്, ചീത്തക്കുട്ടി ആരാണ്? മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് താഴെ എഴുതണം കേട്ടോ. ഇന്നത്തെ അധ്യായത്തിന്റെ പേരാണ് നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ. നോക്ക, നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ കേട്ടോ. കൊബയാഷി മാസ്റ്റർ നമ്മുടെ ടോട്ടോച്ചനെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു. ഓരോ തവണയും അവൾ ചിരിക്കും, തുള്ളിച്ചാടി സംശയലേശമന്യേ പറയും, ഉവ്വ് ഞാൻ നല്ല കുട്ടിയാ. ടോട്ടോ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. സംശയമില്ല, പലതുകൊണ്ടും വാസ്തവത്തിൽ വളരെ നല്ല കുട്ടിയായിരുന്നു ടോട്ടോ. എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുന്ന ഒരു മോള്. പ്രത്യേകിച്ചും വികലാംഗർക്കൊപ്പം അവൾ എന്നും നിന്നിരുന്നു. നമ്മുടെ തകാഹാഷി, യാസുവാക്കി ചാൻ തുടങ്ങിയവരെയൊക്കെ ടോട്ടോ ഏതാപത്തിൽ നിന്നും സംരക്ഷിച്ച് കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. എവിടെയെങ്കിലും ട്രെയിനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, പൊതുവിടങ്ങളിലൊക്കെ വെച്ച് മറ്റുള്ള സ്കൂളിലെ കുട്ടികൾ എന്തെങ്കിലും കാരണവശാൽ ടോട്ടോയുടെ സഹപാഠികളായ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന വികലാംഗരായ കുട്ടികളെ കളിയാക്കാനോ എന്തിനെങ്കിലും തുനിഞ്ഞാല്, ഇത്രേ ഉള്ളൂ ടോട്ടോ എന്നത് ആലോചിക്കണം, അവരോട് എതിരിട്ടാൽ അത് തന്റെ കരച്ചിലാണ് അവസാനിക്കുക എന്ന് അറിയാമെങ്കിലും അവൾ എതിർത്ത് നിൽക്കും. അവൾ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്ന ആരെ കണ്ടാലും ഷണ്ഠ കൂടാൻ ചെല്ലും. മുറിവേറ്റ ജന്തുക്കളോടും അവൾക്ക് വലിയ അനുകമ്പയായിരുന്നു. അവയെ തനിക്കാവും വിധമൊക്കെ അവൾ പരിചരിക്കും. പക്ഷേ അസാധാരണം എന്ന് തനിക്ക് തോന്നുന്ന എന്തിൻ്റെയും പുറകെ പോകുന്ന ജിജ്ഞാസ അല്ലെങ്കിൽ കൗതുകം ഇത്തിരി കൂടുതലായിരുന്നു ടോട്ടോ ചാനില്. അതുകൊണ്ട് തന്നെ അവൾ ചെന്ന് വീഴാറുള്ള കുഴപ്പങ്ങളുടെ എണ്ണം നമുക്ക് കൈവിരലിൽ എണ്ണി തീർക്കാൻ പറ്റില്ല. പലപ്പോഴും അവളുടെ അധ്യാപകരെ അമ്പരിപ്പിക്കാറുണ്ട്. ഈ കുട്ടി ഇതെന്താ മനസ്സിലാക്കാത്തത്? എന്തു ഭാവിച്ചിട്ടാണ് ടോട്ടോ നീ ഇങ്ങനെ? അങ്ങനെയൊക്കെ അവളോട് പറയാത്ത ആരും തന്നെ അവൾ പഠിച്ച ഒരു സ്കൂളിലും ഉണ്ടായിരുന്നില്ല. രാവിലെ അസംബ്ലിയിൽ വരി വരിയായി നീങ്ങുന്ന സമയത്ത് തന്റെ പന്നിവാല് ഇരു കൈകളും കൊണ്ട് പിടിച്ചു വലിച്ച് രണ്ട് സൈഡിലേക്കും ആടി ചിലപ്പോ പൊത്തോ എന്നും മറിഞ്ഞു വീഴുക ടോട്ടോയുടെ സ്ഥിരമായിരുന്നു. എത്ര തവണ വീണാലും അതേ കാര്യം അവൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ടോമോ സ്കൂളില് സ്കൂളിടങ്ങൾ വൃത്തിയാക്കാൻ, അവനവന്റെ ക്ലാസ് റൂം വൃത്തിയാക്കാൻ മറ്റൊരു പുറത്തുനിന്നൊരു സഹായി എന്നൊരു കാര്യമേ കൊബയാഷി മാസ്റ്റർ വെച്ചിരുന്നില്ല. നമ്മൾ ഇരിക്കുന്നിടം നമ്മൾ വൃത്തികേടാക്കിയാൽ നമ്മൾ തന്നെ വൃത്തിയാക്കേണ്ടതാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ പോളിസി. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ ടേൺ വെച്ച് ഓരോ ദിവസമായി സ്വന്തം ക്ലാസ് റൂം വൃത്തിയാക്കാം. മുമ്പ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ബോർഡ് തുടച്ചിടുക എന്നത് നമ്മൾ ചെയ്യുമായിരുന്നു. ക്ലാസ് റൂം വൃത്തിയാക്കല് നമ്മൾ ചെയ്തിരുന്നില്ല. പക്ഷേ ടോമോ സ്കൂളിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ടോട്ടോയുടെ ഊഴം വന്നപ്പോൾ അവള് നിലമൊക്കെ തൂത്തു വന്നപ്പോഴാണ് ഒരു മാന്ത്രിക വാതില് കണ്ടത്. നിലത്ത് പിടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഒരു കൊളുത്തുണ്ട്. ടോട്ടോ പിടിച്ചു പൊക്കിയപ്പോൾ വാതിലിങ്ങ് തുറന്നു വന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ശരിക്കും ഒരു ട്രെയിൻ ആയിരുന്ന കാലത്ത്, ഇതൊരു ബോഗി ആയിരുന്നുവല്ലോ, അപ്പൊ പണ്ട് ശരിക്കും ഒരു ട്രെയിൻ ആയിരുന്ന കാലത്ത് അടിയിലത്തെ യന്ത്ര സംവിധാനം പരിശോധിക്കാൻ ഇറങ്ങാനുള്ള മൂടിയായിരുന്നു അത്. ആ മൂടിയാണ് അവൾ തുറന്നത്. തുറന്നിട്ട് എന്ത് ചെയ്തു? അവള് തൂത്ത സാധനമെല്ലാം അതിനകത്തേക്ക് വെച്ചു. അവിടം വരെ കുഴപ്പമില്ല. വീണ്ടും അടയ്ക്കാൻ നോക്കിയപ്പോൾ മൂടി അടയുന്നില്ല. അവൾ എത്ര അമക്കി നോക്കിയിട്ടും, നമുക്കറിയാമല്ലോ ടോട്ടോയുടെ ശക്തി ഇത്രയല്ലേ ഉള്ളൂ, എത്ര അമക്കി നോക്കിയിട്ടും അത് അടയുന്നില്ല. അപ്പൊ എന്താ പറ്റിയത്? പിന്നീട് വന്നപ്പോൾ അതുവഴി വരുന്ന കുട്ടികളൊക്കെ കാല് തട്ടി 1-2 പേരെങ്കിലും ദിവസവും വീഴുക എന്നത് ഉറപ്പായി. ടോട്ടോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അബദ്ധമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ചെറിയ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ അവളിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു. ഇനി മറ്റൊരു സംഭവം നോക്കാം. ഇറച്ചിക്കടയില് ഇറച്ചി തൂങ്ങിക്കിടക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരിക്കലും ടോട്ടോയ്ക്ക് ഒരു സംശയം വന്നു. ഇതെങ്ങനെ ഇതിപ്പോ ഇറച്ചി തൂങ്ങിക്കിടക്കുന്നത്? അവൾ ഇറച്ചിക്കടക്കാരനോട് ചോദിച്ചു. അതെങ്ങനെയാണ് തൂക്കിയിടുന്നത് എന്ന് അയാൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ടോട്ടോ സ്കൂളിലെത്തി നേരെ ചെന്ന് എക്സസൈസ് ബാറിന്റെ കമ്പിയിൽ വലിഞ്ഞു കയറി ഒറ്റ കൈയിൽ തൂങ്ങി കീഴ്പോട്ട് ഞാന്ന് കിടപ്പായി. അപ്പോൾ അതുവഴി വന്ന കായിക അധ്യാപകൻ ഈ കാഴ്ച കണ്ട്, ഇതെന്താ കുട്ടി, എന്താ നീ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഇന്നേ ഞാൻ ഇറച്ചിയാ, കടയിൽ തൂങ്ങിക്കിടക്കുക കൊളുത്തില്. അത് പറഞ്ഞു നിർത്തിയ ടോട്ടോ ആ പറഞ്ഞതിന്റെ ഒരു ആവേശത്തിലോ എക്സൈറ്റ്മെന്റിലോ അവള് കൈവിട്ട് പൊത്തോന്ന് നിലത്തടിച്ചൊരൊറ്റ വീഴ്ച.
പാവം, അവളുടെ ചങ്ക് കലങ്ങിപ്പോയി എന്ന് പറയാം. പേടിച്ചിട്ടാണ് കൂടുതലും. ഒരക്ഷരം അന്ന് മുഴുവൻ അവൾ മിണ്ടിയില്ല. അറിഞ്ഞോ അറിയാതെയോ ധാരാളം തലവേദനകൾ അവൾ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കാറുണ്ട്. ഇനിയുമുണ്ട് ഒരുപാട് സാഹസങ്ങൾ. കക്കൂസുകുഴിയിൽ വീണതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ വായിച്ചതാണല്ലോ. ഇതൊന്നും ടോട്ടോ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, അവൾ അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. ഇത്തരം അബദ്ധങ്ങൾ അന്തമില്ലാതെ ആവർത്തിക്കുകയും ശരീരം മുറിയുകയും ചതയുകയും ഒക്കെ ചെയ്തിട്ടും ഒരിക്കൽ പോലും കൊബായാഷി മാസ്റ്റർ ടോട്ടോയുടെ അമ്മയച്ഛനെയും വിളിച്ചു വരുത്തുകയോ മകളെക്കുറിച്ച് പരാതി പറയുകയോ ചെയ്തിട്ടില്ല. എല്ലാ കുട്ടികളുടെ കാര്യത്തിലും കൊബായാഷി മാസ്റ്റർക്ക് ഇതേ സമീപനം തന്നെയായിരുന്നു. ടോട്ടോച്ചാന്റെ ഈ സ്കൂളിലെ ആദ്യത്തെ ദിവസം 4 മണിക്കൂറാണ് അവൾ വിളമ്പിക്കൊണ്ടിരുന്ന വിശേഷങ്ങൾക്ക് കാതോർത്ത് നമ്മുടെ കൊബായാഷി മാസ്റ്റർ ഇരുന്നത്. ഓർമ്മയുണ്ടല്ലോ? അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം ഏത് കുട്ടികളുടെ അടുക്കലും. ഏത് കുട്ടിക്കും മാഷിന്റെ അടുക്ക വന്ന് എത്ര സമയം വേണമെങ്കിലും അവന്റെ പ്രവൃത്തിയുടെ ന്യായം എന്താണ്, അവന്റെ ചിന്തകൾ എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിച്ചു കൊടുക്കാം. മാഷ് വളരെ ക്ഷമയോടെ മുഴുവൻ സമയം കേട്ടിരിക്കും. മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് കുറ്റം അവന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവളുടെ ഭാഗത്താണ് എന്ന് തോന്നിയാൽ മാഷ് പറയും, മാപ്പ് പറയണം. കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയുമില്ല. അങ്ങനെയായിരുന്നു കൊബായാഷി മാസ്റ്റർ. അന്തിമമായി തെറ്റാരുടെ കയ്യിലാണ് അവർ മാപ്പ് പറഞ്ഞിരിക്കണം. ടോട്ടോച്ചാന്റെ കാര്യത്തിലാകട്ടെ അധ്യാപകർ, മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കൾ തുടങ്ങിയവരൊക്കെ പല തവണ പല ചെറിയതും വലുതുമായ കാര്യങ്ങൾക്ക് കൊബായാഷി മാസ്റ്റർ അടുക്കൽ പരാതി പറഞ്ഞുകൊണ്ടുവരും. സ്വാഭാവികമായും മാസ്റ്ററുടെ ചെവിയിലും അവർക്കുള്ള ആശങ്കകളെല്ലാം എത്തുമായിരുന്നു. അതിനാൽ അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം അവളോട് പറയും, ടോട്ടോ നീ ശരിക്കും ഒരു നല്ല കുട്ടിയാണ് കേട്ടോ. ആ ശരിക്കും പറയുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. അത് കേട്ടു നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും. ആ നേരായിട്ടും എന്ന് മാഷു പറയുമ്പോൾ ഉണ്ടാകുന്ന ഭാവം ടോട്ടോയിൽ വലിയ സമാധാനം നിറയ്ക്കുമായിരുന്നു. അവളെ എന്തു മനസ്സിലാക്കിക്കാനാണ് വാസ്തവത്തിൽ കൊബായാഷി മാസ്റ്റർ ടോട്ടോച്ചാൻ നീ നേരായിട്ടും നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കണം. അതായത് പല കാരണങ്ങളാലും ചിലപ്പോൾ നീ ധരിച്ചേക്കാം മറ്റുള്ള കുട്ടികളും കുട്ടികളുടെ അച്ഛനമ്മമാരും അധ്യാപകരും ഒക്കെ പറയുന്നത് ടോട്ടോയുടെ ചെവിയിൽ വരുമല്ലോ. അപ്പോൾ എന്തെങ്കിലും കേട്ടിട്ട് ടോട്ടോ ഒരു മോശം കുട്ടിയാണ് എന്ന് ധരിച്ചേക്കാൻ ഇടയുണ്ടാവും എന്ന് കരുതി അവൾക്കൊരു റീ അഷ്വറൻസ് അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിക്കൽ നീ നേരായിട്ടും നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതിലൂടെ മാഷ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ടോട്ടോച്ചാൻ, യഥാർത്ഥത്തിൽ നീ വികൃതിതരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ നിന്റെ സ്വഭാവത്തിന് ധാരാളം നല്ല വശങ്ങളുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. ഇങ്ങനെയൊരു സംരക്ഷണമാണ് മാഷ് ടോട്ടോച്ചാന് കൊടുത്തിരുന്നത്. അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്നാലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ കൊബായാഷി മാസ്റ്റർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നതിനും ഒരുപാട് മുമ്പാണ് ഇതൊക്കെ നടന്നതെങ്കിലും സൊസാക്കു കൊബായാഷി മാസ്റ്റർ എന്ന ഹെഡ് മാസ്റ്ററുടെ ശരിയായ അർത്ഥം അന്ന് അവ്യക്തമായിരുന്ന ടോട്ടോയുടെ മനസ്സിന്റെ ആഴങ്ങളിൽ മാഷിന്റെ പ്രവൃത്തി വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആത്മവിശ്വാസത്തിന്റെ വേരുകളാണ് അദ്ദേഹം അവളുടെ ഉള്ളിൽ നട്ടുപിടിപ്പിച്ചത്. ചില തോന്യാസങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ പോലും, ഇത് തോന്യാസമാണ് എന്ന് അറിയുമ്പോൾ പോലും മാസ്റ്ററുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പലപ്പോഴും തിരിച്ചടികൾ, തന്റെ കുരുത്തം കെട്ട ചെയ്തികൾക്ക് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അവൾ നെഞ്ചിൽ കൈവച്ചു കുഴിച്ചു, എന്റെ ഈശ്വരാ. അവളുടെ ടോമോ ജീവിതത്തിലുടനീളം കൊബായാഷി മാസ്റ്റർ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ടോട്ടോച്ചാന്റെ വരുംകാല വർഷങ്ങളുടെ ആകെ ഗതി നിർണയിച്ച മർമ്മസ്പർശിയായ വാക്കുകൾ ഏതാണ് എന്ന് പിൽക്കാലത്ത് ചോദിച്ചാൽ ടോട്ടോ തീർച്ചയായും പറയുക ഇങ്ങനെയായിരിക്കും, ടോട്ടോച്ചാൻ നീ നേരായിട്ടും ഒരു നല്ല കുട്ടിയാണ്.